നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ ഒരു കൗതുകമായ വാർത്ത കാണാനിടയുണ്ടായി. എല്ലാ ചാനലിലും അത് വന്നിട്ടുണ്ട്, കുറച്ച് വൈറലായിട്ട് അത് വന്നിട്ടുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നൊരു നേതാവ്, NDAയുടെ വൈസ് ചെയർമാനും VSTPയുടെ ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ മകനെ MDMA കേസിൽ പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം NDAയുടെ വൈസ് ചെയർമാനാണ്, VSTP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ മകനെ അതിൽ നിന്നും ഒഴിവാക്കാനും അദ്ദേഹത്തിൻ്റെ മകനെ കുടുക്കിയതാണെന്നും ഒക്കെ വേണമെങ്കിൽ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ വ്യത്യസ്തമായി ഒരു നിലപാടാണ് എടുത്തത്. എല്ലാവർക്കും അത് അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഒരു ഇഷ്ടവും ഒരു അഭിനന്ദനവും അദ്ദേഹത്തെ അറിയിപ്പിക്കാൻ ഇന്ന് രാവിലെ മുതൽ എല്ലാ ചാനലുകളിലും വിഷ്ണുപുരം ചന്ദ്രശേഖരന് അഭിനന്ദനം അറിയിപ്പിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന പല ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതൊരു മാതൃകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാണിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ മകനെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹം ജാമ്യത്തിൽ വന്നതുമൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ 2 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. പിടിച്ച പൂവാർ പോലീസിനെ അദ്ദേഹം അഭിനന്ദിക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. തൻ്റെ മകനും ലഹരി കേസിൽ പിടിക്കപ്പെട്ടു, ഈ ഒരു വലിയ ശൃംഖലയിൽ അദ്ദേഹത്തിൻ്റെ മകനും പെട്ടുപോയി, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റ് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ മകനെ കുടുക്കിയതാണെന്ന് പറയാനൊന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിന്നില്ല. അദ്ദേഹം ഒരു മാതൃകാ നേതാവാണ്. സത്യം പറഞ്ഞാൽ ഒരു മാതൃകാ നേതാവ്, ഒരു മാതൃകാ അച്ഛൻ, ഒരു രക്ഷകർത്താവ്, ഒരു സാമൂഹിക പ്രവർത്തനം എന്ന നിലയിലൊക്കെ വളരെ ഒരു ക്വാളിറ്റിയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ആലപ്പുഴയിലെ പ്രതിഭ MLA അവരുടെ മകനെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതുപോലെ ഒരു MDMA കേസിൽ പിടിച്ചപ്പോൾ അവരത് എതിർത്തുകൊണ്ട് അവരുടെ മകൻ ചെയ്യില്ല, അവരുടെ മകൻ സിഗരറ്റേ വലിച്ചുള്ളൂ, അല്ലെങ്കിൽ അവരുടെ CPM നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞത് പ്രതിഭ MLAയുടെ മകൻ അങ്ങനെ ചെയ്യില്ല. ആ പിടിച്ച പോലീസുകാരെയും എക്സൈസുകാരെയും കുറ്റം പറയുന്ന രീതിയിലാണ് പ്രതിഭ വന്നത്. ഇപ്പോൾ കേസെടുത്ത എക്സൈസിനെതിരെ പല നടപടികളും നീങ്ങുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അന്നേരം അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വലിയൊരു മാതൃക ഈ കേരളത്തിൽ വെക്കുകയുണ്ടായി. എല്ലാ ആൾക്കാരും, സാധാരണക്കാരായിക്കോട്ടെ, സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നവരായിക്കോട്ടെ, സിനിമാക്കാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ആരായാലും ഇങ്ങനെ ലഹരി കേസുകളിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ അതിന് എക്സൈസിനെതിരെയും പോലീസിനെതിരെയും തിരിയാതെ ഇവിടെ എവിടെയാണ് പ്രശ്നം, ലഹരി കൊണ്ട് നമ്മുടെ ഈ സമൂഹം നേരിടുന്ന പ്രശ്നം 2025 തുടങ്ങിയ സമയം മുതൽ, അതിന് മുമ്പ് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ 2025 ഈ കാലഘട്ടം തുടങ്ങിയ മുതൽ ഇങ്ങോട്ട് എത്രയേറെ കൊലപാതകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെയുള്ള നിലപാടുകൾ എടുക്കാൻ ഈ സമൂഹത്തിലെ എല്ലാ ആൾക്കാരും തയ്യാറാകണം. അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ പിടിച്ച പൂവാർ പോലീസിനെ അഭിനന്ദിക്കുന്നു. പ്രതിഭയെ പോലെ ആവാതെ, അല്ലെങ്കിൽ ഈ ലഹരി പിടിക്കുമ്പോൾ എക്സൈസിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്ന നേതാക്കന്മാരെ പോലെ ആകാതെ ഒരു വലിയ മാതൃക കാണിക്കട്ടെ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചെയ്ത പോലെ ഒരു വലിയ മാതൃക കാണിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എല്ലാ നേതാക്കന്മാരും ചെയ്താൽ കേരളത്തിൻ്റെ പോക്ക് അത്ര ശരിയല്ല. കേരളത്തിൻ്റെ പോക്കെന്ന് വെച്ചാൽ ലഹരിയിൽ മുങ്ങി നിൽക്കുകയാണ് കേരളം. അതൊന്ന് പിടിച്ചു നിർത്താൻ എന്തായാലും ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷം തയ്യാറാകത്തില്ല. സാധാരണ ഇതുപോലുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് പൊതുസമൂഹമോ ആണ് ഇതിന് തയ്യാറാകേണ്ടത്. ഒരു വലിയ വിപത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും ഒരു സൂചനയായി ഇത് മനസ്സിലാക്കണം. വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ സ്വീകരിച്ച പോലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറാകണം. എന്തായാലും അന്നേരം ഓക്കെ ബൈ. ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് എത്തിച്ചത്. നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കണം. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്രതികരിക്കേണ്ട സമയമാണിപ്പോൾ. പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെയേറെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഓക്കെ ബൈ.